എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പുതിയ കാലത്ത് ടെക്നോളജിയുടെ വൻ കുതിച്ചുചാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിർമ്മിത ബുദ്ധിയുടെ പുതിയ അത്ഭുതകരമായ ലോകത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. പണ്ട് വയലാർ എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പാടി: ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ, വിദ്യുനാളങ്ങൾക്കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ, നീലാകാശ മേഖലയിൽ നാളെ താരകയെ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വയലാർ എഴുതി. അത് മനുഷ്യന്റെ ഒരു വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് തന്നെ പറയാം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നക്ഷത്രത്തെ കൊണ്ട് നർത്തനം ചെയ്യിപ്പിക്കാൻ പോലും എനിക്ക് കഴിയും എന്ന മനുഷ്യന്റെ അഹങ്കാരത്തിന് ഒരു നല്ല മറുപടിയാണ് വയനാട്ടിൽ നമുക്ക് ലഭിച്ചത്. ശാസ്ത്രം തോറ്റ് പിൻവാങ്ങിയ സമയം. അതുകൊണ്ട് ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറയുമ്പോഴും ശാസ്ത്രത്തിന്റെ പരിമിതികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ശാസ്ത്ര പുരോഗതിയിലും എന്തെല്ലാം വിരോധാഭാസങ്ങളാണ് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങൾക്കെല്ലാം ഉയരം കൂടുന്നു, മനുഷ്യന്റെ ഉയരം കുറയുന്നു. നമ്മൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു, പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ ചെറുതായി വരുന്നു. റോഡുകൾക്ക് വീതി കൂടുന്നു, പക്ഷേ നമ്മുടെ വീക്ഷണങ്ങൾക്ക് വീതി കുറയുന്നു. നാം കൂടുതൽ ചെലവഴിക്കുന്നു, കുറച്ചു മാത്രം ലഭിക്കുന്നു. കൂടുതൽ വാങ്ങുന്നു, കുറച്ചു മാത്രം ആസ്വദിക്കുന്നു. മരുന്നുകൾ കൂടുന്നു, പക്ഷേ സൗഖ്യം കുറയുന്നു. കൂടുതൽ ഡിഗ്രികൾ നേടുന്നു, പക്ഷേ വിവേകം കുറയുന്നു. സമ്പാദ്യം കൂടുന്നു, പക്ഷേ മൂല്യബോധം കുറയുന്നു. നമുക്ക് ചന്ദ്രനിലേക്കുള്ള വഴി അറിയാം, പക്ഷേ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴി അറിയുകയില്ല. നമ്മൾ ഔട്ടർ സ്പേസ്, ബഹിരാകാശത്തെ കീഴടക്കും, പക്ഷേ നമ്മുടെ ഇന്നർ സ്പേസ്, നമ്മുടെ ആന്തരിക തലം കീഴടക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ വായു ശുദ്ധീകരിക്കും, പക്ഷെ മനസ്സ് മലിനപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ആറ്റത്തിനെ, പരമാണുവിനെ കീഴടക്കും, പക്ഷേ നമ്മുടെ മുൻവിധികളെ കീഴടക്കുകയില്ല. കമ്പ്യൂട്ടറിന് മുമ്പിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ഇരിക്കും, പക്ഷെ പുസ്തകം കൈകൊണ്ടൊന്ന് തുറന്നു നോക്കില്ല. കൂടുതൽ എഴുതും, പക്ഷെ കുറച്ചു മാത്രം പഠിക്കും. ജീവിതത്തിന് കൂടുതൽ വർഷങ്ങൾ ഉണ്ടാക്കും, പക്ഷെ വർഷങ്ങൾക്ക് കൂടുതൽ ജീവൻ കൊടുക്കുകയില്ല. We will add years to life, but not life to years. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് വിവരിക്കാമെന്ന് വിചാരിക്കുകയാണ്. റിട്ടയർമെന്റിന് ശേഷം എനിക്ക് മിക്കവാറും എല്ലാ മാസവും 1-2 ഇൻവൈറ്റ്സ് കിട്ടും, സ്കൂളുകളിൽ പോകാൻ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പോകാൻ. അതൊക്കെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം ചെറുപ്പക്കാരോട് സംവദിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ തിരുവനന്തപുരം മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് എന്നെ വന്ന് കണ്ട് അവരുടെ സ്കൂളിൽ ഒന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു. ആ ടീച്ചർ എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അമ്മ ടീച്ചറായിരുന്നു, അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ പറഞ്ഞു, സാറേ, ഞങ്ങളുടെ സ്കൂളിൽ പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്, അവിടെ വിശിഷ്ടാതിഥികളായിട്ട് IAS വരാറില്ല, ഇന്നുവരെ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ടീച്ചറിൻ്റെ ആയതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഒന്ന് വരാമോ? നമ്മൾ തീർച്ചയായിട്ടും വരാം. അവിടെ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്
കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടികൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. സാധാരണ സ്കൂളുകളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സമയത്ത് ഒരാൾ പോലും എഴുന്നേറ്റ് ഒരു ചോദ്യവും ചോദിക്കില്ല. അപ്പോൾ ഞാൻ പറയും, വേണ്ട, നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചാലായി. ഇത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു ചോദ്യവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുറകിലിരുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, സാറ് ഈ സിവിൽ സർവീസിന്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിൽ എത്തിയ ആളാണ്. ഇനിയും സാറിന് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു കവിതയാണ്. അദ്ദേഹം നഗ്ന സത്യം എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മനോഹരമായ കവിതയാണ്. അതിൻ്റെ സാരാംശം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ബുദ്ധ ഭിക്ഷുവിനെ കുറിച്ചുള്ള കവിതയാണ്. കുശി നഗരത്തിൽ നിന്ന് വടക്കോട്ട് നീണ്ട പാതയിലൂടെ, കടുകുപാടങ്ങളുടെ ഇടയിലൂടെ കപിലവസ്തുവിലേക്ക് കാൽനട പോയ ഒരു ബുദ്ധഭിക്ഷുവിന്റെ കഥ. ലോകത്തിന്റെ രഹസ്യമെന്ത്, ജീവിതത്തിന്റെ ഗൂഢസത്യമെന്ത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നുപോയ ഈ ഭിക്ഷു ഈ കനലരി വെയിലത്ത് തളർന്നുപോയി. കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു. അടുത്തെങ്ങും വെള്ളം കുടിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കുറച്ചകലെ പുല്ലുമേഞ്ഞ ഒരു കുടില് കണ്ടു. അവിടെ ചെന്ന് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് നോക്കി അദ്ദേഹം വിളിച്ചു, ജീവിതത്തിന്റെ ഗൂഢസത്യം അന്വേഷിക്കുന്ന ലോകപാന്തികനാണ് ഞാൻ. എന്റെ ദാഹം മാറ്റാൻ ഒരു കുമ്പിൾ വെള്ളം തരണേ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ കുടിലിനകത്തു നിന്നും കുയിലൊച്ച പോലെ ഒരു നാദം, ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. നാണം മറയ്ക്കുവാൻ ഒരു കീറത്തുണി പോലുമില്ല, ഞാൻ എങ്ങനെ മുന്നിൽ വന്നു വെള്ളം തരേണ്ടു എന്ന ശബ്ദം കേട്ടു. പരക്ലേശ വിവേകിയാം ശരണസഞ്ചാരിയുടെ മിഴിയിൽ വൈശാഖ സൂര്യൻ കരിഞ്ഞുപോയി എന്ന് എഴുതി കവിത അവസാനിപ്പിക്കുകയാണ്. നിത്യവും പ്രാർത്ഥിക്കുകയും നിത്യവും ധ്യാനിക്കുകയും നിത്യോപവാസത്താൽ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ചെയ്ത് ആത്മീയതയുടെ കൊടുമുടി കയറിയ ഈ ബുദ്ധഭിക്ഷുവിന് അപ്പോൾ മനസ്സിലായി, താൻ കയറിയ കൊടുമുടി അല്ല ഏറ്റവും വലുത്, ഇനിയും മറ്റൊരു കൊടുമുടി കൂടി കയറാനുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കും അത് ബോധ്യമായി. ഞാൻ ഒരു കൊടുമുടി കയറിയ ആളാണ്. പക്ഷേ ഈ കൊടുമുടി മാത്രമല്ല കയറാനുള്ളത്. എനിക്ക് ഇനിയും കയറാൻ ഒരു കൊടുമുടി കൂടിയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒന്നല്ല 2 കൊടുമുടികൾ കയറാനുണ്ട്. ഒന്നാമത്തെ കൊടുമുടി അത് വളരെ വ്യക്തി അധിഷ്ഠിതമാണ്, കരിയർ ഓറിയന്റഡ് ആണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കൊടുമുടി കയറിയ ആളാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും ഇതുപോലെ ഓരോ കൊടുമുടികൾ കയറിയവരാണ്. ആ ആദ്യത്തെ കൊടുമുടി കയറുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? എനിക്ക് എൻ്റെ കരിയറിൽ ഏറ്റവും ഉന്നതിയിലെത്തണം, എനിക്ക് ധാരാളം പ്രശസ്തി ഉണ്ടാവണം, എങ്ങനെയും എനിക്ക് വിജയിക്കണം. അങ്ങനെ ഒരു ആസക്തി നമുക്കുണ്ടാവും. വ്യക്തിപരമായ സന്തോഷമുണ്ടാവണം. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും. എനിക്ക് ഏറ്റവും ഉന്നതിയിലെത്തണം എന്ന ആഗ്രഹം.
ഞാനൊരു IAS ഓഫീസറായി ജോലി ആരംഭിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തണം. അപ്പോൾ ഞാൻ മറ്റെല്ലാം മറന്നു, എന്നിലേക്ക് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു, ഫോക്കസ് ചെയ്തു. എൻ്റെ വിജയം അത് മാത്രമായിരുന്നു എൻ്റെ കൺസേൺ. ഞാൻ ഓർക്കുന്നു, 1987 കേരളത്തിൽ ആദ്യമായിട്ട് ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ മുഖ്യ സംഘാടകൻ. അന്ന് ആ ഗെയിംസ് സംഘടിപ്പിച്ചപ്പോൾ 1987 ഡിസംബർ മാസം 20 ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ വെങ്കട്ടരാമൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. വൈകുന്നേരം 5 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച്. അന്ന് രാവിലെ എനിക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടി, എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന്. അപ്പോൾ എൻ്റെ മന്ത്രി, സ്പോർട്സ് മന്ത്രി മാർഗരറ്റ് ആൽവ എന്ന് പറഞ്ഞ ഒരു വനിതയായിരുന്നു. അവരാ വാർത്ത കിട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ജിജി ഇപ്പോൾ തന്നെ എറണാകുളത്ത് പോയി കുഞ്ഞിനെ കണ്ടിട്ട് വരണം, ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഗെയിംസ് നടക്കേണ്ട സമയമായി വരുന്നു, ഞാൻ പോയാൽ ചിലപ്പോൾ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എൻ്റെ തലയിൽ ഇരിക്കും, എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ആഗ്രഹം ഗെയിംസ് നന്നാകണമെന്നായിരുന്നു. പിന്നെ ഗെയിംസ് തീർന്നു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയി എൻ്റെ കുഞ്ഞിനെ കണ്ടത്. അപ്പോഴൊക്കെ നോക്കൂ, എൻ്റെ സ്വന്തം കാര്യം മാത്രം, എൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ബോധേഡ് ആയിരുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ഉന്നതി മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് ആ കൊടുമുടിയുടെ മുടിയിലെത്തിക്കഴിയുമ്പോൾ നിരാശ തോന്നുന്നു. ഇനിയും ഒരു മലയുണ്ട് എന്ന സത്യം, എന്ന ബോധ്യം എന്നെ അലോസരപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മല അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഈ രണ്ടാമത്തെ മലയിൽ അവിടെ ബന്ധങ്ങളാണ് വലുത്, പ്രതിബദ്ധതയാണ് വലുത്, റിലേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, അതാണ് രണ്ടാമത്തെ മലയിലുള്ളത്. അവിടുത്തെ ഫോക്കസ് ബന്ധങ്ങളും അടുപ്പവും മറ്റുള്ളവരുമാണ് അവിടുത്തെ ഫോക്കസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മലയിൽ ജീവിതം വ്യക്തി കേന്ദ്രീകൃതമല്ല, സെൽഫ് സെന്റേർഡ് അല്ല, അത് മറ്റുള്ളവരിൽ കേന്ദ്രീകൃതമാണ്. ദാറ്റ് ഈസ് അതേഴ്സ് സെന്റേർഡ് ആണ്. അവിടെ പരസ്പര പൂരീകരണത്തിന്റെ ജീവിതം അവരെ പുൽകും, സ്വാതന്ത്ര്യത്തിൻ്റെതല്ല. They embrace a life of interdependence, not independence. സംതൃപ്തിയുടെ ജീവിതമാണ് അവിടെ നമ്മെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ മല കയറ്റത്തിൽ 4 വസ്തുതകളാണ് നമ്മളെ ഭരിക്കുന്നത്. 1, നമ്മുടെ കുടുംബത്തോടുള്ള പ്രതിബദ്ധത, നമ്മുടെ ജീവിത സഖിയോടുള്ള പ്രതിബദ്ധത. 2, നമ്മൾ തിരഞ്ഞെടുത്ത പ്രവൃത്തിയോടുള്ള പ്രതിബദ്ധത. 3, നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രതിബദ്ധത. ഈ രണ്ടാമത്തെ മലയിൽ കയറുമ്പോഴേക്കും നമ്മുടെ ഫിലോസഫി ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കും. നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഡിസെക്റ്റ് ചെയ്യും. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ, പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ ശരിയാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ 4, സമൂഹത്തോട് ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യവും ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഈ വസ്തുതകളൊക്കെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സംതൃപ്തി ഉണ്ടാവുന്നത്. ആദ്യത്തെ മലയിൽ എൻ്റെ ഈഗോയെ വളർത്തുകയും എൻ്റെ അഹംഭാവത്തെ വളർത്തുകയും സത്വപ്രകാശനം നടത്തുകയുമായിരുന്നു ഞാൻ ചെയ്തത്. എങ്കിൽ രണ്ടാമത്തേതിൽ ഞാൻ എൻ്റെ ഈഗോ ഉപേക്ഷിക്കുകയും എന്നെ തന്നെ മറക്കുകയുമാണ് ചെയ്യുന്നത്. ആദ്യത്തെ മലയിലെ ജീവിതം അവിടെ അക്വസിഷൻ ആയിരുന്നു, എല്ലാം ഏറ്റെടുക്കലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മലയിൽ ഡിസ്ട്രിബ്യൂഷനാണ്, അത് എല്ലാം വിതരണം ചെയ്യലാണ്, കോൺട്രിബ്യൂഷൻ, സംഭാവന ചെയ്യലാണ്. ആദ്യത്തെ മലയിൽ എൻ്റെ കൂട്ടുകാർ എലിറ്റിസ്റ്റ് ആയിരുന്നു. എൻ്റെ വർഗത്തിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥന്മാർ, അവരെയൊക്കെ മാത്രം എൻ്റെ സ്നേഹിതന്മാരായി കൂട്ടി. എലിറ്റിസ്റ്റ് ആയിരുന്നു ഞാൻ വരേണ്യവാദിയായിരുന്നു. എന്നാൽ രണ്ടാമത്തേതിൽ ഞാൻ സമത്വവാദിയാകുന്നു, ഞാൻ ഇഗാലിറ്റേറിയൻ ആകുന്നു. ആവശ്യക്കാരുടെ നടുവിൽ ഞാൻ ജീവിക്കുന്നു. ആദ്യത്തെ മല കയറുന്നത് പോലെയല്ല രണ്ടാമത്തെ മല കയറുന്നത്. ആദ്യത്തെ മല നാം തന്നെ കീഴടക്കും, എന്നാൽ രണ്ടാമത്തെ മല നമ്മളെ കീഴടക്കും.
You conquer the first mountain, but the second mountain conquers you. ആദ്യത്തേതിൽ കൊടുമുടി ഏതാണെന്ന് നാം കണ്ടുപിടിക്കും, പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് ബന്ധപ്പെട്ട് മുന്നേറും. എന്നാൽ രണ്ടാമത്തേതിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നാം നേരിടും, അന്യായങ്ങൾക്കെതിരെ നാം പ്രതികരിക്കും. ആദ്യത്തെ മലയിൽ നാം അത്യാഗ്രഹികളായിരിക്കും, തന്ത്രപരമായിരിക്കും, സ്വതന്ത്രമായിരിക്കും. യു ടെൻഡ് ടു ബി അംബീഷ്യസ്, സ്ട്രാറ്റജിക് ആൻഡ് ഇൻഡിപെൻഡന്റ്. എന്നാൽ രണ്ടാമത്തേതിൽ ബന്ധുത്വമുള്ളവരും മറ്റുള്ളവരുമായി അടുപ്പമുള്ളതും വിട്ടുവീഴ്ചയില്ലാത്തവരും ആയിത്തീരും. യു ടെൻഡ് ടു ബി റിലേഷണൽ, ഇന്റിമേറ്റ് ആൻഡ് റിലൻലെസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. യു കാൻ ഗോ ത്രൂ യുവർ ലൈഫ് എലോൺ. നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കൂട്ടുവേണം, സുഹൃത്തുക്കൾ വേണം, സ്നേഹിതർ വേണം, മനുഷ്യരെ വേണം. മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അതിൽ ചങ്ങാത്തമുണ്ട്, അതിൽ സൗഹൃദമുണ്ട്, അതിൽ ആത്മാർത്ഥതയുണ്ട്, അതിൽ സൗകുമാര്യമുണ്ട്, അതിൽ ചാരുതയുണ്ട്. എത്ര കൂട്ടുകാരുണ്ടായിരുന്നു എന്നതല്ല പ്രധാനം, എത്ര ഗാഢമായ ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം വിലയിരുത്താൻ പോകുന്നത്. വ്യക്തികൾ ഇൻഡിപെൻഡന്റ് ആവേണ്ട, അവർ ഇന്റർഡിപെൻഡന്റ് ആകണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവരുടെ സുഖദുഃഖങ്ങളിൽ, അവരുടെ വളർച്ചയിലും താഴ്ചയിലും, അവരുടെ വൃദ്ധിക്ഷയങ്ങളിലും നിങ്ങൾ പങ്കാളിയാവണം. ആദ്യത്തെ കൊടുമുടി കീഴടക്കുമ്പോൾ ഓർക്കുക, രണ്ടാമത്തെ കൊടുമുടിയും കീഴടക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. Life is not measured by the breaths we take, but by the moments that take our breath away. അങ്ങനെയുള്ള ഒരു ജീവിതമാവട്ടെ നിങ്ങളുടേത് എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ സമയത്തിനും ക്ഷമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.